കറി വെക്കാനൊന്നുമില്ല എന്ന് മറ്റു വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് കുറച്ച് ചിക്കനും കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് കയറി കുറച്ച് സവാള അരിഞ്ഞു. സവാള വഴറ്റിയെടുത്ത് അത് നന്നായി മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് അടുത്ത പരിപാടികളൊന്നും നോക്കാൻ. അപ്പോഴത്തേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ സവാള ഇങ്ങനെ നന്നായി മൂത്ത് വരണം, അല്ലാണ്ട് നമ്മൾ കള്ളക്കളിയൊന്നും ചെയ്തിട്ട് കറി ഉണ്ടാക്കാൻ നോക്കരുത്. സവാള നന്നായി മൂത്ത് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിലധികം പൊടികൾ വേണ്ട, അധികം സാധനങ്ങളൊന്നും തന്നെ വേണ്ട. നമ്മുടെ സവാള മാത്രമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേരിന് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലാണ്ട് മല്ലിപ്പൊടി കൂടുതൽ ഇടാൻ പാടില്ല. ഇതിൽ മുളക് പൊടിയാണ് കൂടുതലിടുന്നത്, കാശ്മീരി ചില്ലി പൊടിയാണ് ഇടുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ബാത്റൂമിൽ നിന്ന് എണീക്കേണ്ടി വരില്ല കേട്ടോ. അപ്പം നമ്മൾ അത് ആലോചിച്ചിട്ട് തന്നെ തീരുമാനിക്കുക, കാശ്മീരി മുളക് പൊടി ഇടണോ അതോ മറ്റേ മുളക് പൊടി ഇടണോ എന്ന്. അപ്പോൾ അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി മൂത്ത് വരുന്ന സമയം വരെ നമ്മൾ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക, കൈ എടുക്കാതെ. അപ്പോൾ അതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നൊരു മെയിൻ സാധനമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാല. അത് നല്ല അടിപൊളി മണവും നല്ല ഗുണവുമുള്ള ഗരം മസാലയാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതാ ഈ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു കഷ്ണം തക്കാളി മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഇതിൽ തക്കാളി ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഈ കറിയിൽ തക്കാളി വേണ്ട ശരിക്ക്. പക്ഷെ ഞാൻ മുഖത്തിടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, വലിയ തക്കാളി ആയതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തക്കാളി ഇതിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ തക്കാളി സവാള അല്ലാതെ വേറൊരു ഇൻഗ്രീഡിയൻസും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്. ഇത് തക്കാളി ഇവിടെ അധികം ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തേ ഉള്ളൂ ഗൈസ്, വേറൊന്നിനുമല്ല. അപ്പോൾ നിങ്ങൾ തക്കാളി ഒന്നും വേണ്ട, നിങ്ങൾ വെറും സവാളയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കറിയാണിത്. എന്നിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നല്ല വാങ്ങിയിൽ മൂടി വെക്കുക കേട്ടോ. എന്നിട്ടാകുമ്പോൾ ഇല്ലേ മൂടി വെച്ച് വേവിക്കുക. പിന്നെ ചിക്കൻ വെക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചിക്കനിലേക്ക് വെള്ളം ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം മാത്രമേ ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, എന്നാലേ കറി കൂടുതൽ സ്വാദിഷ്ടമാവുകയുള്ളൂ. ഇത് ഞാൻ എന്നും നിങ്ങളോട് പറയുന്ന കാര്യമാണ്. ചിക്കൻ ആദ്യം നന്നായി വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ വെള്ളവും ഈ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും കൂടി ചിക്കൻ വേഗം വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേഗം നമ്മൾ മൂടി വെച്ച് വേവിക്കുക. അപ്പം കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ നമ്മളെ മോഡേൺ ഭാഷയിൽ സംസാരിച്ച് നമ്മളെ നാടൻ ഭാഷ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ എന്നെ പലപ്പോഴും എല്ലാവരും കളിയാക്കുന്നൊരു കാര്യമാണ് കണ്ണൂക്കാരെ ഭാഷ എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂർക്കാർ എന്നെ എപ്പോഴും കളിയാക്കും, ഈ നാട്ടുകാരല്ല ഇവിടുത്തെ റിലേറ്റീവ്സൊക്കെ കളിയാക്കാറുണ്ട്. നമുക്ക് നമ്മുടെ ഭാഷ തന്നെയാണ് വലുത്. അപ്പോൾ ഇത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഈ കറിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കുക ഗൈസ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും വായോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.